വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം, അതിൻ്റെ 15 മുതൽ 18 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാവർക്കും അറിയാം തോമസ് ആൽവ എഡിസണെ, അല്ലേ? നമുക്ക് ആദ്യമായിട്ട് ഒരു വെളിച്ചം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയായിരുന്നു തോമസ് ആൽവ എഡിസൺ, അല്ലേ? ബൾബ് കണ്ടുപിടിച്ച ഒരാളായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഏറെ നാളത്തെ പരീക്ഷണത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും ഫലമായിട്ട് താൻ കണ്ടുപിടിച്ച ആ ഒരു ബൾബിൻ്റെ പ്രദർശനം നടക്കുവാണേ. ആ ഒരു സമയത്ത് അദ്ദേഹം എല്ലാവരെയും, നാട്ടുകാരെയൊക്കെ വിളിച്ചു, തൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചു, മാധ്യമ പ്രവർത്തകരെ വിളിച്ചു, എല്ലാവരെയും വിളിച്ചിട്ട് അതിൻ്റെ ഒരു പബ്ലിഷ് അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള ആ ഒരു തയ്യാറെടുപ്പോടു കൂടെ അയാൾ നിൽക്കുകയാണ്. ആ ഒരു ടൈമിൽ അദ്ദേഹം ആ ബൾബ് അവിടെ കൊണ്ട് വെക്കാനായിട്ട് കൊടുത്തു വിടുന്നത് തൻ്റെ ഒരു അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു യുവാവിൻ്റെ കയ്യിലായിരുന്നു കേട്ടോ. പക്ഷേ ആ ഒരു യുവാവ് എന്തോ ഒരു അശ്രദ്ധ കാരണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആ ബൾബ് വഴുതി താഴെ വീണത് പൊട്ടിപ്പോയി. ഇത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയത്നമാണ് ആ ഒറ്റ നിമിഷം കൊണ്ട് തകർന്ന് താഴെ കിടക്കുന്നത്. എന്നിട്ടും അദ്ദേഹം ദേഷ്യപ്പെടാതെ ആ ഒരു കാര്യത്തെ അദ്ദേഹം സോൾവ് ചെയ്ത് വിടുകയാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഒരു സഹപ്രവർത്തകൻ്റെ അശ്രദ്ധ കാരണം അതിനൊരു ചെറിയ തകരാറ് പറ്റി. എന്തായാലും നിങ്ങൾ ഒരു ദിവസം അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. എനിക്ക് 24 മണിക്കൂർ എന്തായാലും ഒരു ബൾബ് നിർമ്മിക്കാനായിട്ട് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. നാളെ ഇതേ സമയം ഇവിടെ പത്രസമ്മേളനം നടക്കുന്നതായിരിക്കും. ഇങ്ങനെ പറഞ്ഞ് അദ്ദേഹം വളരെ നിരാശനായിട്ട് ആ ഒരു തൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി കേട്ടോ. എന്നിട്ട് അദ്ദേഹം വീണ്ടും പരിശ്രമിക്കുകയാണ്. അതുപോലെ നല്ലൊരു ബൾബ് വീണ്ടും അദ്ദേഹം നിർമ്മിക്കുന്നുണ്ട്. എന്നിട്ട് പിറ്റേ ദിവസം അതേ പത്രസമ്മേളനത്തിൽ ഈ ബൾബ് അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് അദ്ദേഹം തിരഞ്ഞെടുത്തത് അതേ യുവാവ് തന്നെയായിരുന്നു. ഇന്നലെ ആരുടെ കയ്യിൽ നിന്നാണോ തൻ്റെ ഈ അധ്വാനം അല്ലെങ്കിൽ തൻ്റെ ആ കണ്ടുപിടുത്തം നശിച്ചു പോയത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ബൾബിനെ പ്രദർശിപ്പിക്കാൻ അവിടെ കൊണ്ടുവയ്ക്കാനായിട്ട് കൊടുത്തു വിട്ടത്. ഇത് കണ്ട് മാധ്യമപ്രവർത്തകർക്കൊക്കെ വളരെ ആശ്ചര്യം തോന്നി. ഓക്കെ, അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ഇയാളോട് വന്ന് ചോദിക്കുകയാണ്, എഡിസണോട് വന്ന് ചോദിക്കുകയാണ്, സർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത, ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത ഒരു തെറ്റ് ചെയ്ത ഇയാളുടെ കയ്യിൽ തന്നെ ഈ ഒരു ബൾബ് വീണ്ടും കൊടുക്കാനായിട്ട് നിങ്ങൾ തയ്യാറായത്? എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്? അപ്പോൾ എഡിസൺ പറഞ്ഞ ഉത്തരം എന്താണെന്ന് നമുക്ക് നോക്കാം. അനുപാഠം നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാ നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വീട്ടിലെല്ലാരും എങ്ങനെയാണ്? ഓക്കെ ആണോ? സുഖാണോ? ഓക്കെ ആണ്. നമ്മുടെ പ്രോഗ്രാം കാണാറില്ലേ? അത് വേറൊരു വലിയൊരു ഷൂട്ട് ഉണ്ടായിരുന്നു ആന്റി, അതുകൊണ്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജഡത്തെയല്ല, പിന്നെ ആരെ അനുസരിച്ചാണ് നമ്മൾ നടക്കേണ്ടത്? ആത്മാവിനെ. ശരി ഉത്തരാണ് ആന്റി, ആത്മാവിനെ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് എന്നും പാട്ടൊക്കെ പാടാറില്ലേ ആന്റി? അപ്പൊ ഒരു പാട്ട് പാടാവോ? ഓക്കെ ആന്റി, പറഞ്ഞോളൂ. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. സങ്കീർത്തനം 32:8. ഓക്കെ, നല്ലൊരു വചനമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ആത്മസ്വഭാവം ഉള്ളവർ എന്ത് ചിന്തിക്കുന്നു? ശരി ഉത്തരാണ് കേട്ടോ ആന്റി, ആത്മാവിനുള്ളത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ ആന്റി, ഇപ്പോ ബൈബിളൊക്കെ വായിക്കുന്നില്ലേ? ഇപ്പൊ റീസെന്റ് വായിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് പുസ്തകാ? ഓക്കെ, മത്തായിയുടെ സുവിശേഷം. ഇപ്പോ വായിച്ചു നിർത്തിയതിൽ ഏതെങ്കിലും ഉപമ ഓർമ്മയുണ്ടോ? ഓക്കെ, അതാണ് നോക്കുന്നല്ലേ? ഓക്കെ, വായിക്കാൻ ഏറ്റവും ഇഷ്ടം സുവിശേഷ ഭാഗങ്ങളാണോ?
അങ്ങനെയില്ല, സങ്കീർത്തന സദൃശങ്ങൾക്കൊക്കെ ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ആ ഓക്കെ ആൻറ്റി. അപ്പം നമുക്ക് അടുത്ത മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: ജഡസ്വഭാവമുള്ളവർ ചിന്തിക്കുന്നത് എന്താണ്? ശരി ഉത്തരാണ് ആൻറ്റി, ജഡത്തിനുള്ളത്. ഓക്കെ, ഇത് പെട്ടെന്നാണ് ആൻറ്റി. നല്ല ഈസി ക്വസ്റ്റ്യൻസ് അല്ലേ? ഓക്കെ, അപ്പോൾ ആൻറ്റിക്ക് എന്തെങ്കിലും സാക്ഷ്യം പറയാനായിട്ട് ആഗ്രഹമുണ്ടോ? ചുമയാണ്. ആ ഓക്കെ, സാരമില്ല ആൻറ്റി. അപ്പം നമുക്ക് അവസാനത്തെ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ജഡത്തിന്റെ ചിന്ത എന്താണ്? ശരി ഉത്തരാണ് ആൻറ്റി, മരണം. അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എത്രയും വേഗം പനിയും ചുമയും ഒക്കെ മാറട്ടെ. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കണം. അന്നേരം പാട്ടും അതായത് സാക്ഷിയും ഒക്കെ പറഞ്ഞു തരണേ. നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് കുഞ്ഞമ്മ തോമസ് ആൻറ്റി ആയിരുന്നു. വളരെ സന്തോഷം ആൻറ്റി വിളിച്ചതിൽ. ഇനി വിളിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എഡിസനെ പറ്റിയാണല്ലേ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ആ ഒരു കാര്യം, തൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തകർത്ത ആ ഒരു മനുഷ്യൻ്റെ കയ്യിൽ തന്നെയാണ് രണ്ടാമതും താൻ ഉണ്ടാക്കി ഇൻവെൻറ്റ് ചെയ്ത ബൾബ് കൊടുക്കുന്നത്. അപ്പോഴെല്ലാവർക്കും ഡൗട്ടായി, ഇതെന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? ഒരു തെറ്റ് ചെയ്ത ആളല്ലേ അയാൾ, അപ്പോൾ അയാളെ തന്നെ വീണ്ടും വിശ്വസിച്ച് കൊടുക്കുക, അതൊരു വിഡ്ഢിത്തമല്ലേ എന്ന് എല്ലാവരും ചിന്തിച്ചുകൊണ്ട് പത്രപ്രവർത്തകരിങ്ങനെ ചോദിക്കുകയാണ്, എന്തിനാണ് സാർ രണ്ടാമതും അയാളെ തന്നെ അങ്ങ് തിരഞ്ഞെടുത്തത്? അപ്പോൾ എഡിസൺ പറഞ്ഞു, എനിക്ക് ഒരു ബൾബ് നിർമ്മിക്കാൻ വെറും 24 മണിക്കൂർ മതിയായിരിക്കും. പക്ഷെ അദ്ദേഹം ഇന്നലെ ചെയ്ത ഒരു പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ അത് 24 വർഷം എടുത്താൽ പോലും തിരിച്ചു കിട്ടണം എന്നില്ല. ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തെ നമ്മൾ വെച്ചുകൊണ്ട് കളിക്കാൻ പാടില്ല. കാരണം എപ്പോഴും അയാളുടെ ഉള്ളിലൊരു തോന്നലുണ്ടാവും, നല്ലൊരു കാര്യമൊന്നും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഒരിക്കലും അതിന് ആപ്റ്റായിട്ടുള്ള ഒരാളല്ല, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഇങ്ങനെയുള്ളൊരു തോട്ട് അയാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു നല്ല കാര്യവും അയാൾക്ക് ചെയ്യാൻ, ആത്മവിശ്വാസത്തോടെ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെ ഒരു കാര്യം പ്രവർത്തിക്കാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇതുപോലെ നമുക്ക് വചനം പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഏറ്റവും വലിയൊരു കാര്യം. ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരട്ടെ. ഇന്നെടുത്ത വേദഭാഗത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യമാണ് പത്രോസിനെ പറ്റി. നമുക്കറിയാം, പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞൊരു വ്യക്തിയാണല്ലേ. അപ്പോൾ ആ ഒരു വ്യക്തിയെ തന്നെ യേശു തൻ്റെ സഭയെ പണിയുന്ന പാറയാക്കി വെച്ചു എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയൊരു സ്ഥാനമാണല്ലേ. ആ ഒരു സ്ഥാനത്തേക്ക് തന്നെ തള്ളിപ്പറഞ്ഞ ആളെ തന്നെ യേശു കൊണ്ടുവന്നു എന്നുള്ളത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, നമുക്ക് അതിലേക്ക് കൂടുതലായിട്ട് കടക്കാം. അതിനുവേണ്ടി നമുക്കൊരു കോൾ വരുന്നുണ്ടല്ലോ, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഓക്കെ, എവിടെ നിന്നാ ആൻറ്റി വിളിക്കുന്നേ? ഓക്കെ, ചെമ്പഴന്തി നിന്നാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട് ആൻറ്റി? വീട്ടില് മാത്രമേ ഉള്ളൂ. ഓക്കെ ആൻറ്റി, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഇടയ്ക്കൊന്നും കാണാറില്ലായിരുന്നു. ഓക്കെ, കേൾക്കാറുണ്ട്. ഓക്കെ ആൻറ്റി, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പം ആൻറ്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: പൗലോസ് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നത് ഏതിനാലാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ആൻറ്റി? പൗലോസ് പാപത്തിന്റെ പ്രമാണത്തെ സേവിക്കുന്നത് ഏതിനാലാണ്? ശരി ഉത്തരാണ് ആൻറ്റി, ജഡം കൊണ്ട്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, ആൻറ്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് വിലപിക്കുന്നത് ആരാണ്? അല്ല.
അല്ല ആൻറ്റി, ഒന്നുകൂടെ വായിക്കാം. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കുമെന്ന് വിലപിക്കുന്നത് ആരാണ്? ഇതൊരു അപ്പോസ്തലനാണ്. ഈ ലേഖനങ്ങളൊക്കെ എഴുതിയ ഒരാളാണ്. ഞാൻ 2 ക്ലൂ. ലേഖനങ്ങളൊക്കെ എഴുതിയത് ആരാ കൂടുതലും? യേശുവിനെ വളരെ വൈകി അറിഞ്ഞ ഒരു ക്രൂരനായ പൗലോസ്. പൗലോസ്. ശരി ഉത്തരാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3ാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള 3ാമത്തെ ചോദ്യം ഇതാണ്: ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇല്ലാത്തത് എന്താണ്? ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഇല്ലാത്തത് എന്താണ്? ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ഒന്നില്ല, അതില്ലാതെ കിടക്കാം എന്ന് പറയുന്നുണ്ട്. അതെന്താണ്? കൊണ്ട് അതെ, അതാണ് ഇപ്പൊ പറഞ്ഞു എന്റെ ആൻസർ. എന്താണ് ഇല്ലാത്തത്? യേശു ക്രിസ്തുവിലുള്ളവർക്ക് ഇല്ലാത്തത് എന്താണ്? എന്തിൽ? അതെ, ശരി ഉത്തരമാണ്, ശിക്ഷാവിധി. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാലോ? ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ക്രിസ്തു യേശുവിലുള്ള ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഏതിൽ നിന്ന്? മരണത്തിന്റെ പ്രമാണത്തിൽ നിന്ന്. ഓക്കെ, ശരി ഉത്തരമാണ് ആന്റി. പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷാണോ? സന്തോഷാണ്. ആന്റിക്ക് എന്തെങ്കിലും പ്രേക്ഷകരോട് പറയാനായിട്ടുണ്ടോ, പങ്കുവയ്ക്കാനായിട്ടുണ്ടോ? എന്തെങ്കിലും സാക്ഷ്യമോ വചനമോ ഉണ്ടോ? നമ്മൾ ശരിക്കും ഈ സങ്കീർത്തനങ്ങൾ കാണാതെ പഠിക്കുന്നതല്ലേ. അതില് ഞാൻ 23ാം സങ്കീർത്തനം ഞാൻ നമുക്ക് കാണാതെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ ആന്റി. പറയാൻ താല്പര്യമുണ്ടോ? പറഞ്ഞോളൂ ആന്റി. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുത്രങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. സ്വസ്ഥതയുള്ള വെള്ളത്തിൽ നദിയെ നടത്തുന്നു. സൂര്യനിൽ താഴേക്ക് കൊടുക്കുന്നതിനാൽ ഞാനൊരു അർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോട് കൂടെ ഇരിക്കുമല്ലോ. നിന്റെ വടിയും പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്റെ ശത്രുക്കൾ കാണ്ടെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കഴിയുന്നു. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വർദ്ധിക്കും. ഓക്കെ ആന്റി, നന്നായിട്ട് പറഞ്ഞു കേട്ടോ. അപ്പൊ നമ്മളെ ഇനിയും വിളിക്കണേ. ഓക്കെ ആന്റി, ബൈ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് മേഴ്സി ആൻറ്റി ആയിരുന്നു. ആൻറ്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ആ സ്റ്റോറി നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്ന സ്റ്റോറി നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. എല്ലാ മനുഷ്യർക്കും തെറ്റുപറ്റാം, അല്ലേ? എല്ലാവർക്കും തെറ്റുപറ്റാം. അതുപോലെ വചനത്തിൽ വേദഭാഗം പഠിപ്പിക്കുന്നു പത്രോസിനും തെറ്റുപറ്റിയിട്ടുണ്ട്. അതായത് യേശുവിനെ തള്ളിപ്പറഞ്ഞ് മഹാപാപിയായി മാറിയിട്ടുണ്ട് നമ്മുടെ പത്രോസ്. പക്ഷെ യേശു ഉറപ്പിച്ച് പറയുന്നൊരു കാര്യമുണ്ട്: നീയാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അത് തന്നെ ഈ പത്രോസ് എത്ര യേശുവിനെ തള്ളി പറഞ്ഞിട്ടും അതേ വാക്ക് പാലിക്കാൻ യേശു മറന്നുപോയില്ല എന്നുള്ളതാണ്. അപ്പം നമുക്കറിയാം, അതിനുശേഷം പത്രോസ് എത്ര തീവ്രമായിട്ട് യേശുവിനെ ആരാധിച്ചുവെന്നും എത്ര ശക്തിയോടെ ദൈവസന്നിധിയിൽ നിന്നു എന്നും നമുക്ക് തുടർന്നുള്ള ലേഖന വേദഭാഗങ്ങളും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എത്ര തെറ്റ് ചെയ്ത് പാപം ചെയ്ത് അകന്നൊരു വ്യക്തിയെയും ദൈവം ഇന്നും സ്നേഹിക്കുന്നുണ്ട്. അയാളിൽ ഏത് പാപമാണോ നീ ചെയ്തത്, ആ പാപത്തിൽ നമുക്കറിയാമല്ലേ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമ്മൾ പിടിക്കപ്പെടും എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമായിരിക്കും, ഞാൻ പിടിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജന്മത്തിൽ ഈ പാപം ചെയ്യത്തില്ല എന്നുള്ളൊരു ഇത് വരുമായിരിക്കും. എന്തെങ്കിലും കള്ളം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ ചിന്തിക്കും, ദൈവമേ അത് പിടിക്കപ്പെടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇത് ചെയ്യാതിരിക്കാം. വേറൊന്നും ചിന്തിക്കണ്ട, എന്തെങ്കിലും രോഗം നമുക്ക് പിടിപെടുകയാണ്.
ആ രോഗം ഇപ്പോൾ എന്തെങ്കിലും ഒരു മാരകമായിട്ടുള്ള ക്യാൻസറോ അങ്ങനെ എന്തെങ്കിലും പിടിപെടുന്നവർക്ക് നമുക്കറിയാം അവരുടെ വേദന എത്ര തീവ്രതയുള്ളതാണെന്ന്. അപ്പോൾ അത്രയും വേദന സഹിക്കുന്നവർ ഒരിക്കലും വിചാരിക്കത്തില്ല മറ്റൊരാൾക്ക് ഈ വേദന വരുന്ന് അവരൊന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കില്ല. കാരണം അത്രയേറെ തീവ്ര വേദനയുള്ളവർക്ക് മനസ്സിലാവും മറ്റുള്ളവരുടെ വേദന എത്ര കഠിനമേറിയതാണെന്ന്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പാപികളുടെ കാര്യവും. അപ്പോൾ ഈ പാപം ചെയ്യുന്നവർക്ക് ഒരു കുറ്റബോധം വന്നു കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും അതുപോലെ പാപം ചെയ്യാതെ മാറി നടക്കാൻ അവരുടെ മാക്സിമം ശ്രമിക്കുമെന്ന് ദൈവത്തിനും അറിയാം. അപ്പോൾ ആ ഒരു പാപം കണ്ടെത്തി അവർക്ക് ക്ഷമിച്ചു കൊടുത്ത് അവർക്ക് പുതിയൊരു നല്ലൊരു കാര്യം അവരുടെ കയ്യിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ആ ഒരു തെറ്റ് വരാത്ത രീതിയിൽ സൂക്ഷിച്ച് അതിനെ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് ഇവിടെ ആൽവ എഡിസണും ചെയ്തിരിക്കുന്നത്. അപ്പം നല്ലൊരു നേതാവിനെ അദ്ദേഹം ഇവിടെ കാണിച്ചു തരുവാണ്. അപ്പം നമുക്ക് കൂടുതലായിട്ട് ഇതിനെപ്പറ്റി ചിന്തിക്കാം. പക്ഷേ നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എവിടെ നിന്നാണ് വിളിക്കുന്നത് ആൻറ്റി? ഓക്കെ ആൻറ്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട്? ആഹാ, കൊച്ചുമോൾ എന്ത് ചെയ്യാ? ആ ഓക്കെ, പഠിക്കാനൊക്കെ മിടുക്കിയാണോ? കുഴപ്പമില്ല. ഓക്കെ, പേരെന്താ മോളുടെ, കൊച്ചുമോളുടെ? ഓക്കെ, നല്ല പേരാണ്. അപ്പം നമുക്ക് നമ്മുടെ പ്രോഗ്രാം ഒക്കെ കാണാറുണ്ടോ? ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ആൻറ്റി? ഓക്കെ, അപ്പോൾ സാറാമ്മ ആൻറ്റിക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ആത്മാവിന്റെ ചിന്ത എന്താണ്? ശരി ഉത്തരമാണ് ആൻറ്റി, ജീവനും സമാധാനവും. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയാത്തത് ആർക്കാണ്? ശരി ഉത്തരമാണ് ആൻറ്റി, ജഡത്തിന്റെ ചിന്തയുള്ളവർ. അപ്പം നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു പാട്ട് കേൾക്കാമോ? നാളെത്ര നീക്കിയും കാണും പ്രപഞ്ചമോ മാറുമെന്നാകിലും മാറാത്ത വാക്കു നീ തന്നിരല്ലോ. കാത്തുകാത്തേവിനായി നിൻവാരോർത്തു ഞാൻ നാളെത്ര നീക്കിയൻ യേശുദേവാ. ഹലോ ആൻറ്റി, നന്നായിട്ട് പാടി കേട്ടോ. ഒത്തിരി പഴയ പാട്ടാ. ആണല്ലേ, ഞാൻ കേട്ടിട്ടില്ല. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം എന്റെ ഒരമ്മായി ഒരു ബോട്ട് യാത്രയിൽ എന്നെ പഠിപ്പിച്ചതാണ്. ആണോ? അത് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ഓക്കെ. എന്റെ പ്രിയപ്പെട്ടവന് ഒരു 3-4 സ്പെഷ്യൽ പാട്ടുണ്ട്, അതിലൊരെണ്ണമായിട്ട്. ആണോ? ഓക്കെ. അപ്പോൾ നല്ലതായിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു. പാട്ടാണല്ലേ? ആ ഓക്കെ. എൻ്റെ അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തത് ആർക്കാണ്? ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയാത്തത് ആർക്കാണ്? അത് ശരിയാണ്, ആത്മാവില്ലാത്തവർക്കാണ്. അവരാരാണ്? ശരി ഉത്തരവാണ് ആൻറ്റി, ജഡസ്വഭാവമുള്ളവർക്ക്. ഓക്കെ, നമുക്കിനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അപ്പം നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ എങ്ങനെയുള്ളവരാണ്? ശരി ഉത്തരവാണ് ആൻറ്റി, ആത്മസ്വഭാവമുള്ളവർ. അപ്പം 4 ക്വസ്റ്റ്യൻസിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പോൾ സന്തോഷായില്ലേ? അപ്പോൾ കൊച്ചുമോളെ അന്വേഷിച്ചെന്ന് പറയണം.
മോളെ അന്വേഷിച്ചെന്ന് പറയണം. ഓക്കെ. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് സാറാമ്മ ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷം കേട്ടോ വിളിച്ചതിൽ. അപ്പോൾ ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യം എന്താണ്? എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ തെറ്റ് നടക്കുന്നവരാണ്. പക്ഷെ ആ പാപം കണ്ടെത്തി അതിന് മാപ്പ് കൊടുത്ത് അവർക്കൊരു ചാൻസ് കൂടെ കൊടുക്കുന്നത് ആരാണോ അവരാണ് പെർഫെക്റ്റ് ലീഡർ എന്ന് തെളിയിച്ച ഒരാളാണ് എഡിസൺ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ നമ്മുടെ യേശുവിനെ പോലെ മറ്റുള്ളവരോട് ക്ഷമിക്കാനും മറ്റുള്ളവരെ കരുതാനും അവർക്കൊരു ചാൻസ് കൂടെ ലൈഫിൽ കൊടുക്കാനും നമുക്ക് ഓരോരുത്തർക്കും എപ്പോൾ കഴിയുന്നുവോ അപ്പോഴാണ് നമ്മുടെ ലൈഫിൽ അതൊരു അതൊരു വലിയ കാര്യമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത്. അതായത് നാം നമുക്ക് വേണ്ടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെയും കൂടെ കരുതുക. ആ ഒരു അനുഭവം എപ്പോഴാണോ യേശുവിനെ പോലെ നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പകർത്താൻ തയ്യാറാകുന്നത് അന്ന് മുതൽ നമ്മുടെ ലൈഫ് തീർച്ചയായിട്ടും മാറിത്തുടങ്ങും എന്നുള്ളതിന് സംശയമില്ല കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ കൂടെ അവരെ നയിക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ കൂടെ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നത് യേശു തന്നെ ആയിരിക്കും. അതിന് ഒരു ഉദാഹരണമാണ് ഈ ഒരു സന്ദർഭം എന്ന് പറയുന്നത്. നമ്മുടെ പത്രോസ് ഇത്രയേറെ തെറ്റ് ചെയ്തത് യേശുവിനോടാണ്. യേശുവിനെയാണ് തള്ളിപ്പറഞ്ഞതും മാറി നിന്നത്, യേശുവിൽ നിന്നാണ് അകന്നു നിന്നത്. പക്ഷെ അതേ യേശു അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞ കാര്യമാണ്, നീ എൻ്റെ കുഞ്ഞാടുകളെ പരിപാലിക്കുക, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം, അതായത് 3 പ്രാവശ്യം യേശുവിനെ തള്ളിപ്പറഞ്ഞ് പത്രോസിനെ കൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ വാഞ്ചിക്കുന്നു എന്ന് പത്രോസിനെ കൊണ്ട് തന്നെ 3 പ്രാവശ്യം വീണ്ടും ഏറ്റുപറയിച്ചു എന്നുള്ളത് നമുക്ക് ഈ വചനത്തിൽ കാണാൻ സാധിക്കുന്നു. അപ്പം നമ്മൾ ചെയ്ത പാപത്തിൻ്റെ പ്രായശ്ചിത്തം കൂടെ യേശു ചെയ്യിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതുപോലെ നമ്മൾ എന്തെങ്കിലും പാപം ചെയ്യുന്നുണ്ടെങ്കിൽ പ്രായശ്ചിത്തമായി അത് യേശുവിൻ്റെ മുൻപാകെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ഒരു പുതിയ ജീവിതത്തിനായിട്ട് യേശുവിനോട് നമുക്ക് അപേക്ഷിക്കാം. തീർച്ചയായിട്ടും ദൈവം പുതിയ അവസരം തന്ന് നമ്മുടെ ജീവിതത്തെ കൈപിടിച്ച് നടത്തും എന്നുള്ളതിന് യാതൊരുവിധ സംശയമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വചന സമീക്ഷ ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.